ഹലോ, വെൽക്കം ടു മീ ആൻഡ് മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു കടല മിഠായി ഉണ്ടാക്കലാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഞങ്ങൾ രണ്ടാളും. അപ്പോൾ കടല കുറച്ച് അപ്പുറത്തെ റൂമിൽ നിന്ന് കിട്ടിയതാണ്. അത് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നിലക്കടല എടുക്കാനുള്ള പരിപാടിയിലാണിത്. ഉണ്ടാക്കാൻ അറിയാവാ എങ്ങനെ ഉണ്ടാക്കുക? നമുക്ക് പറഞ്ഞോ പഞ്ചസാര ഉണ്ടാക്കാം. എല്ലാം small baby. ഇത്ര കടലേ നമുക്ക് കിട്ടിയ. അപ്പോൾ ഇത്രയും കടലയാണ് നമുക്കത് പൊളിച്ച് കിട്ടിയത്. അത് പൊളിക്കുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കടല മിഠായി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ചൂടാക്കി വറുത്തെടുക്കാം. അങ്ങോട്ട് പോട്. ഇനി ഒരു കുഞ്ഞു കഷ്ണം വെല്ലം അതെന്ത് ചെയ്യാം, ഒന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് കടലയല്ലേ ഉള്ളൂ, അതുകൊണ്ട് വെല്ലം ഇത്ര മതി. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ട് തിക്കായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഉരുക്കിയെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച കടല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഓരോ കടല എന്താക്കണം, 2 പീസാക്കി മാറ്റണം. അപ്പോൾ എല്ലാം അങ്ങനെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെല്ലവും നന്നായി തിക്കായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ കടല എടുത്തിടാം. അപ്പോൾ ഈ കടല ഇടുന്ന സമയത്തിന് തീ എന്ത് ചെയ്യണം, വളരെ സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. തീ ഓഫ് ചെയ്യരുത്, അപ്പോൾ ഇത് വല്ലാതെ എന്ത് ചെയ്യും, കട്ട പിടിച്ചു പെട്ടെന്ന് തന്നെ. അപ്പം ഇത് സിമ്മിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാത്രത്തിലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഈ കടല ഇട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും പാത്രം കൊണ്ടോ ഒക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കാണുന്നതുകൊണ്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കടല മിഠായി റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും പരീക്ഷണം പാഴായി പോയിട്ടൊന്നുമില്ല, വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.